ദൈവമേ, ഏട്ടത്തിയുടെ തുണി ഏട്ടൻ അലക്കിയിടുന്ന? ഞാനൊന്ന് മാറി നിന്നപ്പോ എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്ന എന്റെ ദൈവങ്ങളെ. ഏട്ടാ, ഞാൻ എന്തായിട്ടാ ഈ കാണുന്നേ? ഏട്ടത്തിയുടെ തുണി ഏട്ടൻ അലക്കിയിടുന്ന? എന്നാലും ഏട്ടൻ ഈ ഗതി വന്നല്ലോ. എന്ത്, ഞാൻ ഇവിടെ ആരെങ്കിലും കൊന്നിട്ടേക്കണ? എന്റെ ഭാര്യയുടെ തുണി ഞാൻ അലക്കിയിടണു, അതിനിപ്പോ എന്താ? ഇവര് വഴക്കൊക്കെ മാറി ഒന്നിച്ചോ? എന്നാലും ഏട്ടാ, ഏട്ടൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഒരാത്മസുഖത്തിന്. ആത്മസുഖോ? തുണി അലക്കിയിടുമ്പോ എന്തോന്ന് ആത്മസുഖം? നിന്റെ കെട്ടിയോനെ, അതായത് എന്റെ അനിയൻ പ്രകാശൻ, എപ്പോഴെങ്കിലും നിനക്ക് ഒരു തുണി അലക്കി തന്നിട്ടുണ്ടാ? ഇല്ല. ഇല്ല. പോട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും വല്ലപ്പോഴൊരു കട്ടൻ ഇട്ട് തന്നിട്ടുണ്ടാ? അതുമില്ല. അതുമില്ല. എന്നാലേ ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും അവനോട് ചെയ്തു തരാൻ പറയണം. അപ്പൊ ഈ ആത്മസുഖം എന്താന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ അവരുടെ പാവാട ചരടായി. എന്നാ ഏട്ടാ, ഏട്ടന്റെ പണി നടക്കട്ടെ. ഓ, ഇങ്ങനെ മാറും ഒരാള്? അല്ലെങ്കിൽ തന്നെ അങ്ങേർക്ക് വീട്ടിലൊരു പുല്ല് വില പോലും അവര് കൊടുക്കുന്നില്ല. അതും പോരാഞ്ഞിട്ട് തുണി അലക്കാൻ പോയിരിക്കുന്നു. അയ്യേ, നീ ഇതെപ്പോന്ന്? എടി, ഇവളുടെ ഡ്രസ് എങ്ങനെയുണ്ട്? ഞാൻ വാങ്ങിച്ചെടുത്ത ഒരു ഡ്രസ് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാ എന്നെ അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ. നീ നിന്റെ സ്വന്തം വീട്ടിലെ അമ്മയുടെ കൂടെ വെക്കണേന് ഞാൻ എന്തിനാ ഡെയിലി വിളിച്ച് അന്വേഷിക്കണേ? ഡി, നിനക്ക് എന്റെ കൂടെ വന്ന് നിന്നാലിതാ. എനിക്ക് ഇവിടെ വെക്കാനാ ഇഷ്ടം. നീയേ ഒരു കാര്യം ചെയ്യ്, പുറത്തു പോയി കളിക്കും. എന്റെ അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോ പറയാമെങ്കിൽ പറഞ്ഞാ മതി. നിന്നോട് പുറത്തു പോയി കളിക്കാനല്ലേ പറഞ്ഞേ? പോ, ചെല്ലേ. പ്രകാശ, ബെസ്റ്റ് വിഷസ്. ബാക്കി ഇടേ കാണാം. നീ എന്താടി ഇങ്ങനെ നോക്കണേ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? എന്തിനാ പറയ്. 10 വർഷമായി. 10 വർഷം. എന്നിട്ട് ഇന്നേ വരെ നിങ്ങൾ എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തന്നിട്ടുണ്ടോ? അല്ല, അതിന് നീ കട്ടൻ ചായ കുടിക്കില്ലല്ലോ. എന്നാ ഇന്നു മുതൽ ഞാൻ കുടിക്കും. നിങ്ങൾ എനിക്ക് ഇട്ട് തരണം. അത്രേ ഉള്ളൂ? ചായ അല്ലേ ഞാൻ തരാം. അത് മാത്രം പോരാ, എന്റെ തുണി മുഴുവൻ അലക്കിയിടണം. അല്ല, അത് വാഷിംഗ് മെഷീൻ ഇട്ടാ പോരെ? പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ അലക്കിടണം. കൈ കൊണ്ടല്ലോ? എന്തിന്? അപ്പൊ നിങ്ങക്ക് ഈ ആത്മസുഖമൊന്നും വേണ്ടേ? ഇല്ല, നിന്റെ തുണി അലക്കി എനിക്ക് എന്താ ആത്മസുഖം കിട്ടും? എന്റെ നടുവിട്ടു നല്ലത്. നിങ്ങക്ക് കിട്ടിയില്ലെങ്കിലും ആത്മസുഖം എനിക്ക് കിട്ടും. വേഗം എന്റെ ഡ്രസ്സൊക്കെ എടുക്ക്. ആർക്കൊന്നുമില്ല. ഡ്രസ് എടുക്ക. ആ, വേഗം എടുക്ക്. മുഴുവൻ എടുക്ക് പ്രകാശേട്ടാ. തീരെ ഇതെന്തു? ആ, അല്ല, ഇത് വാഷിംഗ് മെഷീൻ ഇട്ടാ പോരെ? അതൊന്നും പറ്റൂല. നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് എന്നെ അലക്കണം. എന്തിനാടി ഇത്ര നിർബന്ധം? എടുക്കുന്നേ. അച്ഛനെ നാട് എടുത്താ പോതാ? ആ, ചെലപ്പോ നാട് കടത്തും. എന്താ പ്രകാശ കാര്യം? എനിക്കറിയില്ല, എന്തോ ആത്മസുഖം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ആർക്ക്? എന്തായാലും എനിക്ക് കിട്ടില്ല. ആ, എനിക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഈ തുണി മുഴുവൻ അലക്കിയെടുത്തതിന് മുമ്പ് എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തരണം. തുണി അലക്കുന്ന കട്ടൻ ചായ ഇടുന്ന്? പ്രകാശ്, എന്താ ശരിക്കും സംഭവം? പ്രാന്ത്. ഭ്രാന്ത് നിങ്ങളുടെ. പോയി ആദ്യം കട്ടൻ ചായ ഇട്, എന്നിട്ട് അലക്കലിന് അങ്ങോട്ടേക്ക് വാ. എന്നാ പോയി കട്ടൻ ചായ ഇട്. ചേട്ടാ,
ചേട്ടൻ ഏട്ടത്തിന്റെ തുണി വല്ലതും അലക്കിയിട്ടായിരുന്ന? ആ അലക്കിയിട്ട്. ചേട്ടന് വേറൊരു ഐഡിയയും കിട്ടിയില്ലേ? ഇതില് എന്ത് ആത്മസുഖം കിട്ടണേ? നീ ചെന്ന് അലക്കി നോക്കണ, അപ്പൊ കിട്ടും കുറച്ച് ആത്മസുഖം. ചേട്ടാ ഒറ്റൊരുത്തം കാരണം എനിക്ക് ഈ പണി മൊത്തം കിട്ടിയ. അല്ല ചേട്ടാ, ഈ അലക്കല്ല എവിടെയായിരുന്നേ? അത് ഇവിടുന്ന് നേരെ പോയൊരു ജംഗ്ഷൻ കാണും, അവിടുന്ന് ലെഫ്റ്റ് തിരിയണം. അവിടെ ആരോട് വെച്ചാലും പറഞ്ഞു തരും. എല്ലാത്തിനെയും വാരിയിട്ട് അലക്കും. നിങ്ങൾ ഇവിടെ നിൽക്കണ, പോയി കട്ടൻ ചായ ഇട്.